എന്താ ഇതേ സംബന്ധിച്ച് പരാമർശിക്കുന്നത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹുൽ മുഹദ്ദബിന്റെ 3-ാം വോള്യം 489-ാം പേജ് പറയുന്നത് എന്താണെന്നറിയോ? ഖാല ശാഫി വല്ല സ്വഹാബു യുസ്തഹബ്ബു ലിൽ ഇമാമി അൻ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി. നവവി ഇമാമാ പറയുന്നത്. ഷാഫി മദ്ഹബിലെ ഒന്നാമനാണ് ഇമാം നവവി. അദ്ദേഹം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരടുത്തേക്ക് നോക്കുള്ളൂ. ആ നവവി പറയുന്നു, ഖാല ഷാഫി വല്ല സ്വഹാബു, ഇമാം ഷാഫിയും തന്റെ ആ സ്വഹാബും പറയുന്നത്, തന്റെ അനുയായികളും പറയുന്നത്, യുസ്തഹബ്ബു ലിൽ ഇമാമി, ഇമാമിന് സുന്നത്താണ്, അൻ യഖൂമ മിൻ മുസല്ലാഹു, മുസല്ലയിൽ നിന്ന് നമസ്കരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് എണീക്കല്, അഖിബ സലാമിഹി, സലാം വീട്ടിയ ഉടനെ. ഷാഫിമാ സുന്നത്താണ്. അപ്പൊ ഞങ്ങൾ അതിനൊരു മറുപടി കണ്ടെത്തിയതിനു മുമ്പ് ആരെ വഹാബിയെ എണീക്കുക എന്ന് പറയുന്നത് എണീറ്റ് പോകുക എന്നർത്ഥം പറഞ്ഞത്. അത് എണീറ്റ് നിൽക്കുക, ഹൈസിയത്ത് വ്യക്തമാവാൻ വേണ്ടിയിട്ടാണത്. അപ്പോ അത് ഒരു പരിധി വരെ അടഞ്ഞു മറുപടി. ഹൈസിയത്ത് വലിയ വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോ നമ്മളിങ്ങനെ ഇമാം വെക്കുമ്പോ ആളുകൾ സലാം വീട്ടിയോന്ന് അറിയില്ലോ. അപ്പൊ നമ്മളിവിടെ എണീറ്റിക്കുക, അത് തിരിയാൻ വേണ്ടിട്ടാ. നിനക്ക് കിതാബ് തിരിയോ? പിന്നെ നഹ്വ് സർഫൊക്കെ ഓതി പഠിച്ചെങ്കിൽ ഇതിന്റെ മഴ തിരിയുള്ളൂ. എന്നാ ഇബാറത്തിന്റെ കീഴ്പ്പെടു നോക്കിയാൽ എന്താ കാണുന്നത്? അതിന്റെ തൊട്ട് ശേഷം പറയുന്നത്, ഇദാലം യകുൻ ഖൽഫഹു നിസാഉൻ, ഇമാമിന്റെ ബാക്കിൽ സ്ത്രീകളില്ലെങ്കിൽ. എന്താ? സ്ത്രീകൾ ബാക്കിൽ ഉണ്ടെങ്കിൽ എണീക്കരുത്. കാരണം ആ സന്ദർഭത്തിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ കലർന്നു പോകും. ഏറുപാടീത്തെ സിയാറത്ത് പോലെ ആകുമെന്ന് അർത്ഥം. അപ്പൊ ഇവിടെ ബാക്കിൽ സ്ത്രീകൾ ഇല്ലെങ്കിൽ എണീൽക്ക, അത് സുന്നത്താണ്. സ്ത്രീകൾ ഉണ്ടെങ്കിലോ അവിടെ ഇരിക്കണം, അവറ്റ പോയിട്ട് എണീറ്റാ മതി. അപ്പൊ എണീറ്റ് നിന്നതിനെ കൊണ്ട് സ്ത്രീകൾ പോകേണ്ട വല്ല കാര്യമുണ്ടോ? ബാക്കിൽ സ്ത്രീകൾ ഇല്ലെങ്കിൽ ഇമാമിന് എണീക്കലാണ് സുന്നത്ത്. സ്ത്രീകൾ ഉണ്ടെങ്കിലോ അവിടെ ഇരുന്നാ മതി. ഇതിനെ പോണ്ടേ എപ്പോഴാ? അത് എപ്പോഴാന്ന് അത് വേറെ ഷാഫി ഇമാം വേറൊരാൾ വന്ന് പറയണം. ഇങ്ങനെ പോന്നലേ മോലിയാര് സുജൂദ് കടത്തി പോണ മാതിരി. നമ്മളോട് മോലിയാർക്ക് മാലില കാലിക്ക് തെറ്റാ. ഒന്നാമത്തെ റക്അത്തിൽ സുജൂദ് കടത്തിട്ട് മൂപ്പരപ്പുറത്ത് കൂടെ വാലിക്കൂടിയാണ് പോയി. പിന്നെ നമ്മളവിടെ കിടക്കുക എന്നതുപോലെ ഈ ഇമാമിനെ അവിടെ ഇരുത്തിയിട്ടേ ഉള്ളൂ. പിന്നെ എപ്പോഴാ പോണ്ടേത് പറഞ്ഞില്ല. അപ്പൊ ഈ സൈസ് തെറ്റായ ദുർവ്യാഖ്യാനങ്ങൾ നടത്തുമ്പോ രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ടാ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ പഠിച്ചത് നേർക്ക് നേരെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് പോയി നിൽക്കണം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത് പറയാൻ തയ്യാറാവുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഇമാം ഷാഫിയെ സംബന്ധിച്ച് ഇമാം നവവി പറയുന്നത്, യുസ്തഹബ്ബു ലിൽ ഇമാമി ഇദാ സല്ലമ യഖൂമ മിൻ മുസല്ലാഹു അഖിബ സലാമിഹി, സലാം വീട്ടി ഉടനെ എണീറ്റ് പോകണം. ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉൻ, സ്ത്രീകളിൽ ബാക്കിലില്ലെങ്കിൽ. ഹാകദാ ഖാല ഷാഫി ഫിൽ മുഖ്തസർ, ഷാഫി ഇമാം മുഖ്തസർ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. വത്തഫഖ അലൈഹിൽ അസ്ഹാബ്, ഷാഫി ഇമാമിന്റെ അനുയായികളെല്ലാം ഇത് ഒത്തു സമ്മതിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഏതാ ഷാഫി മദ്ഹബ്? ഷാഫി ഇമാമും തന്റെ അസ്ഹാബും എല്ലാം പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നമസ്കാരം സലാം വീട്ടി ഉടനെ എണീക്കുക വേണ്ടത്. ഇമാമിനോടാ പറയും. ഈ നമസ്കാരം കഴിഞ്ഞ ശേഷം ഇമാം ഉറക്ക പ്രാർത്ഥിക്കുകയും മാമും ഉറക്ക ആവിയും പറയുകയും ചെയ്യണമെന്നുള്ളതിന് ഒരു അരവരി എവിടെന്നെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. കിട്ടൂല. നല്ല കിതാബിലിന് ഉസ്താദ്മാരെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, നമസ്കാരം കഴിഞ്ഞ ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നതിന് വലിയ തെളിവുണ്ടോ? നമസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. മുജാഹിദുകൾ സ്വന്തമായി പ്രാർത്ഥിക്കും. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയാ. ഒരാൾ ഉറക്കനെ പ്രാർത്ഥിക്കുക, മറ്റുള്ളവർ ഉറക്കെ ആമീൻ പറയുക. ഈ രൂപത്തിൽ പ്രവാചകൻ 21,000-ൽ പരം പ്രാവശ്യം ഫർദ് നിസ്കരിച്ചിട്ട് ഒരൊറ്റ പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. സ്വഹീഹ് ഹദീസുകളിലൂടെ ലഭ്യമായിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമുകളും ഇത് പഠിപ്പിച്ചിട്ടില്ല. ഒരു ഇബാറത്തിലുള്ള മാത്രല്ല, നമുക്കറിയാലോ നമ്മളെ പള്ളികളിൽ വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് കൂടിക്കഴിഞ്ഞാല് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ ഇമാമിനെ കാണൂല. മുപ്പര് പതുക്കെ സബ്ബീസ്മന്റെ പകുതി ഓതും. സലാം വീട്ടിട്ട് നമ്മൾ ചോദിക്കുക, എന്തേ ഇപ്പൊ സബ്ബീസ്മന്റെ പകുതി? പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുപ്പര് സുമ്മലാ യമൂതു ഫീഹാ എന്ന് പറഞ്ഞിട്ട് പോവുക. അതുവരെ മിണ്ടിയിട്ടില്ല. എന്താ കാരണം ചോദിച്ചാ പറയും, എടോ അത് നമ്മൾ സൂക്ഷ്മതക്ക് വേണ്ടി, മഅ്മൂമുകളുടെ നമസ്കാരത്തിന് വസ്വാസ് വരാതിരിക്കാൻ വേണ്ടി, വറയിന് വേണ്ടിയിട്ടാണ്. ഇതാ സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓത്ത് പതുക്കെ ആക്കണം. മഅ്മൂമിന്റെ നമസ്കാരത്തിന് വസ്വാസ് വരാൻ പാടില്ല. അതുകൊണ്ടാ. എന്നാ പിന്നെ സലാം വീട്ടിയ മസ്ബൂഖുകളായ ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുമ്പോ അവരുടെ നമസ്കാരത്തിന് വസ്വാസ് വരൂലേ?
എന്ന് ചോദിച്ചാൽ എന്താ, നിനക്ക് വഹാബിന്റെ വല്ല അസുഖമുണ്ടോ? വേറെ ഒന്നും പറയാനുണ്ടാവൂല. അവിടെ വിശ്വാസില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിരോധാഭാസം. ഇങ്ങനെ പടച്ച തമ്പുരാനും അവന്റെ പ്രവാചകനും ഇവിടെ പഠിപ്പിച്ച ഇസ്ലാമിനെ കച്ചവടം നടത്തുന്ന, തകർത്ത് തരിപ്പണമാക്കുന്ന പ്രവണതകളായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിഖ്ഹിന്റെ കിതാബിൽ നിരവധി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് ഇത് കാണാൻ കഴിയും. ഇബ്നു ഹജർ ഹൈതമി തന്റെ തുഹഫയിൽ പറയാം, വല്ലഫ്ളു ലിൽ ഇമാമി ഇദാ സല്ലമ അൻ യഖൂമ മിൻ മുസല്ല വഅഖിബ സലാമിഹി ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉൻ. ഷാഫി ഇമാം പറഞ്ഞ അതേ രൂപത്തിൽ ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഈ അഭിപ്രായമാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞതാ ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. ഷാഫി ഇമാം ഇത് പഠിപ്പിച്ചിട്ടില്ല. ഈ ആനത്തു താലിബീൻ ഫതുൽ മീന്റെ വ്യാഖ്യാനമായി ആനത്തു താലിബിയിൽ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞിട്ട് ഇമാം അവിടെ ഇരിക്കുന്നത് മിഹ്റാബിൽ ഇരിക്കുന്നത് ഹറാമാണെന്ന് വരെ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അത്രയൊന്നും മുജാഹിദുകൾ പറയുന്നില്ലല്ലോ. യാനത്തു താലിബീനിൽ പറയുന്നത് നമസ്കാരം കഴിഞ്ഞ് മിഹ്റാബിൽ തന്നെ ഇമാം ഇങ്ങനെ ഇരിക്കുന്നത് ഹറാമായ കാര്യമാണ്, തെറ്റായ കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ പഠിച്ച ഞങ്ങൾ, നാട്ടിലുള്ള ആളുകള് ഞങ്ങൾക്കൊക്കെ പഠിക്കാനുള്ള സകലമായ സൗകര്യവും തന്ന്, എല്ലാ സൗകര്യങ്ങളും തന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാ ഞങ്ങൾക്കും കൂടെ കൂലിട്ടൂന്ന്. ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ ഞാന് കാസർഗോഡിന്റെയും മംഗലാപുരത്തിന്റെയും ബോർഡറിൽ ചെന്ന് ഞാൻ അങ്ങനെ പ്രസംഗിക്കാം. അപ്പൊ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ വലിയൊരു മൂലിയൊരു വലിയ തലിക്കെട്ട് കെട്ടി ഇങ്ങനെ ഇരിക്കട്ടു. അപ്പൊ എന്റെ വിചാരം മൂപ്പര് ഇന്നെ ശരിയാക്കാൻ വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടി ഇരിക്കാതാ. അപ്പൊ ഞാനിങ്ങനെ വളരെ കൃത്യമായി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വണ്ണായി അവതരിപ്പിച്ച് അവസാനം പ്രസംഗമൊക്കെ കഴിഞ്ഞ ശേഷം മൂപ്പര് ഓടി വന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ അവിടെ സലഫി പള്ളിയിലെ ഖതീബാണ്, പടച്ചവനെ. അപ്പൊ എന്തേ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ കൂടെയുള്ള ആള് പറയാം, മൂപ്പര് ഒരു 3 മാസം മുമ്പ് ഞങ്ങളെ സുന്നിപ്പള്ളിയിലത്തെ മുദരിസായിരുന്നു. അതാ. അപ്പൊ എന്തേ സംഭവിച്ചത്? മൂപ്പര് ഒരു വെള്ളിയാഴ്ച എണീറ്റ് എന്നിട്ട് പറഞ്ഞു, മാന്യമഹാജനങ്ങൾ